മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ ആവുന്നത്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട് കണ്ട. തത്ത ഇപ്പം മുളക് തിന്നാൻ വരാത്തതുകൊണ്ട് നമുക്ക് മുളക് കിട്ടുന്നുണ്ട്. നമ്മൾ കുറേ ദിവസമായി മുളക് പറിച്ചിട്ട്. പിന്നെ ഈ മുളകെല്ലാം പറിക്കാൻ പോവാം. തത്ത കൊണ്ടുപോയില്ലെന്ന് തോന്നല്ലേ. മുളക് വറക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറിക്കുന്നത്. ഇപ്പൊ തന്നെ അവിടെ അപ്പുറത്തെ വീട്ടിൽ ആരോ വന്നു. അപ്പോൾ നമ്മുടെ ആ വഴിയുടെ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിനായി ഇവള് കുരയ്ക്കുന്നത്. ഈ കൊല്ലയിലെ മുളക് നമ്മൾ പറിക്കത്തില്ലേ, ഇത് വിത്തിന് വേണ്ടി വെച്ചേക്കുക. എൻ്റെ ഈ മുളകല്ല, വിത്തിന് വേണ്ടി വെച്ചേക്കുന്ന ആണോ? അതാ ഞാൻ പറഞ്ഞ അവിടെ തെന്നുന്നോന്ന്. കിണറിൻ്റെ ഇവിടെ രാവിലെ ഞാൻ തെന്നിയതാ. ആ, എത്ര പതിയെ വന്നാലും നമ്മൾ തെന്നും. വേണ്ടപ്പ ഒരു പഴുത്ത മുളക് 2 എണ്ണം ഉണ്ട്. പറിക്കാനോ? പിന്നെ എടുത്താൽ മതിയോ? 2 അല്ല 3 എണ്ണം ഉണ്ടേ. തത്ത കൊണ്ടുപോകോ? ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഈ പിങ്കി ഇങ്ങോട്ട് വാ. എൻ്റെ പിങ്കി എൻ്റെ സോക്കേടെ കണ്ണീർത്തുള്ളി നിൽക്കുന്നുണ്ടോ? താണ്ടി പണ്ടാണെങ്കിൽ ഇതിങ്ങനെ പറിച്ചിട്ട് കണ്ണേ വെക്കും. നല്ല തണുപ്പാ. കണ്ണീർത്തുള്ളി അല്ലേപ്പാ? മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ ആവുന്നത്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട് കണ്ട. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതിങ്ങനെ എടുക്കണം. ആ വഴിയിൽ ആരോ വന്നെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് കിടന്നലിക്കുന്നത്. നോക്കുന്നപ്പോൾ അത് പറഞ്ഞപ്പോൾ പിങ്കിക്ക് ഇന്ന് മേടിക്കുന്നു പറഞ്ഞു. അപ്പം ഇത് വെച്ച് നമ്മൾ കണ്ണെഴുതുന്ന പോലെ എഴുതണം. കണ്ണയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തൂക്കണം. അപ്പം നല്ല തണുപ്പായിരിക്കും. നല്ല രസമാണ്. ഇതൊക്കെ പണ്ട് ചെയ്യുന്നതാ. ഇത്രയും കിട്ടിയല്ലേ? ഇന്നത്തേക്കോ? ഇത് അത്രയും നമ്മൾ വറക്കത്തില്ല. ഇനിയുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇപ്പുണ്ട്. അപ്പം പിന്നെ പറിക്കാം അല്ലേ? തത്ത ഇപ്പം മുളക് തിന്നാൻ വരാത്തതുകൊണ്ട് നമുക്ക് മുളക് കിട്ടുന്നുണ്ട്. ഒട്ടും എരിയില്ല ഈ മുളക് വറുത്താൽ. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കീറിയിട്ട് ഉപ്പും വെളിച്ചെണ്ണയോട് ഒഴിച്ച് വറുത്തെടുത്താൽ മതി. അത് മതിയെന്ന് പറഞ്ഞപ്പാ അങ്ങനെ മുളക് പറിക്കാൻ വേണ്ടി അമ്മയും വന്നിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞു. അത്രയും മതിയെന്ന്. ഇത് കണ്ടോ കണ്ണീർത്തുള്ളി നിൽക്കുന്നേ. പറിക്കേ കണ്ണെടുത്ത് നല്ല തണുപ്പാ. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ? നല്ല തണുപ്പാ. വേണ്ട നല്ല തണുപ്പല്ലേപ്പാ? അങ്ങനെ കണ്ണീർത്തുള്ളി വെച്ച് കണ്ണെഴുതി. വേണ്ടമ്മേ.
വഴക്ക് പറയത്. ഇതെല്ലാം ഒരേ മുളകല്ലേ നമ്മള് പാകി കിളിപ്പിച്ച്. പക്ഷെ കിളിച്ച് വന്നപ്പോ പലതായി. കണ്ടോ പല ഇതിലുള്ള കോവയ്ക്ക ആയി വരുന്നുണ്ടല്ലേ. അപ്പം ഇന്നത്തെ വിളവെടുപ്പിൽ നമുക്ക് ഒരു പാത്രം മുളക് കിട്ടിയിട്ടുണ്ട്. ഇനിയും പറിക്കാനുണ്ട്, അത് പിന്നെ.